പീതാംബരങ്കരവിരാജിതശങ്കരക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദിഭാവയാമി. നമസ്കാരം. സനാതനധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഭാഗവത ധർമ്മം 9 ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. നവയോഗികൾ നിമിരാജാവിനോട് പൊതുവെ ഭാഗവത ഭക്തി എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ 3 തരംതിരിവുകൾ കവി ഹരി പറഞ്ഞു, രണ്ടാമത് ഹരി പറഞ്ഞു. പിന്നീട് എന്തൊക്കെയാണ് ഭഗവാന്റെ മറ്റു കാര്യങ്ങൾ, മായ എന്താണെന്ന് അന്തരീക്ഷം പറഞ്ഞു, അതിനെ കടക്ക് എങ്ങനെയെന്ന് പ്രബുദ്ധം പറഞ്ഞു. പിന്നീട് പിപ്പലായനൻ നാരായണനെ ആശ്രയിക്കലാണ് ഇതിനൊക്കെ പരിഹാരം എന്ന് പറഞ്ഞു. അപ്പം നാരായണൻ ആരെന്നും പറഞ്ഞു. തുടർന്ന് നിമി ചോദിച്ചു. നിമിയാണ് ചോദിക്കുന്നത്. ആവിർഹോത്രൻ എന്ന നവയോഗിയുടെ റോളാണ് ഇനി ഊഴം. അദ്ദേഹത്തിനോട് എന്താണ് നിമി ചോദിച്ചത്? കർമ്മയോഗം വദതന പുരുഷോ ഏന സംസ്കൃത. നാരായണനെ പറഞ്ഞല്ലോ. ആ നാരായണനെയാണല്ലോ നമ്മളെല്ലാവരും പൂജ ചെയ്തിട്ട് കർമ്മയോഗം, ക്രിയായോഗോപദേശമുണ്ട് രാമായണത്തിൽ, അല്ലേ? ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുക്കണം. ഈ പൂജ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂജിച്ചാൽ ആ നാരായണനെ കിട്ടുമോ നമുക്ക് എന്നൊരു ചോദ്യം. അതിലൊരു കാര്യം കൂടി പറഞ്ഞു. ഏവം പ്രശ്നം ഋഷീൻ പൂർവം പൃച്ഛം പൂർവം അപൃച്ഛം പിതുരന്തിയെ ന ബ്രുവൻ ബ്രഹ്മണ പുത്ര തത്ര കാരണം ഉച്ചതാം. ഇത് മുമ്പേ ചോദിച്ചിട്ട് പറഞ്ഞതുമില്ല മുഴുവനായിട്ട്. സനാദികളോട് ബ്രഹ്മാവ് ചോദിച്ചപ്പോൾ ഈ പൂജായോഗത്തെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തില്ല എന്ന് കേട്ടിട്ടുണ്ട്. എന്തേത് ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കാൻ? അപ്പോൾ പറഞ്ഞു, അതിപ്പോൾ പറയാനില്ല എവിടെയും. അപ്പോൾ പറയാതിരിക്കുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട്. അപ്പോഴും ആ ചോദ്യോത്തരത്തിൽ അത് വന്നില്ല. ഇപ്പോഴും ഞാൻ പറയണില്ല, ചുരുക്കി മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഈ ക്രിയായോഗം വരെ ഉദ്ധവോപദേശത്തിൽ 27-ാം അധ്യായത്തിലാണ്. അതും കൂടി വേണമല്ലോ എന്നുള്ള നിലയ്ക്ക് ഇവിടെ പറഞ്ഞു. ആവിർഹോത്രൻ എന്ന നവയോഗിയാണ് മറുപടി. രാജാവേ, ഈ പൂജ അല്ലെങ്കിൽ ക്രിയായോഗ, ഈ യാഗാദികളൊക്കെ അതിൽ പെടും. മൊത്തത്തിൽ ക്രിയായോഗമാണ്. പൂജ മാത്രമല്ല, കർമ്മയോഗം എന്ന് പറഞ്ഞാൽ പൂജ ഇല്ലല്ലോ, അതിൽ യാഗവും വരും. യാഗം, ആദി കർമ്മങ്ങൾ, അഗ്നിഹോത്രം മുതലായ സാധന സാമഗ്രികൾ, മന്ത്രതന്ത്രാദികൾ, ഇതെല്ലാം ഉപയോഗിച്ച് ധനച്ചെലവ്, ദേഹാധ്വാനം ഒക്കെ ഉണ്ടാവും. അതിൽപ്പെട്ടതാണ് ഈ പുത്രകാമേഷ്ടി, അഗ്നിഷ്ടോമം, അഗ്നിഷ്ടോമം എന്നൊക്കെ പറയും. സോമയാഗം, ഇതൊക്കെ സാധന സാമഗ്രികൾ ചിലവുള്ളതും കർമ്മം മന്ത്രാദികളെ കൊണ്ട് ആചാര്യന്മാർ ചെയ്യേണ്ടതും ധനച്ചെലവുള്ളതും ഒക്കെയാണ്. അതൊക്കെയാണ് ക്രിയായോഗം അല്ലെങ്കിൽ കർമ്മകാണ്ഡം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ ചോദ്യം വരുന്നത്, സാധാരണ പൂജ മാത്രമല്ല. അപ്പം ഇതിനൊക്കെ ഈ കർമ്മം യോഗം എന്ന് പറയുന്നത് വേദത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വേദോക്തങ്ങളാണ് കർമ്മയോഗവും ക്രിയായോഗവും. പരോക്ഷവാദോ വേദോയം ബാലാനാമനുശാസനം കർമ്മമോക്ഷായ കർമാണി വിധത്തേ ജഗതം യഥാ. ഈ കർമ്മമാർഗം, വേദോക്ത വാക്യങ്ങൾ ശ്രേഷ്ഠമാണ്, എല്ലാറ്റിനും അടിസ്ഥാനമാണ്. പുരാണവും വേദവും ഇടഞ്ഞു വന്നാൽ അവിടെ വേദം പറഞ്ഞ് സ്വീകരിക്കണം. പുരാണം പറഞ്ഞാൽ അല്ല, ഇടഞ്ഞു വന്നാൽ, ഇടഞ്ഞാൽ എപ്പോഴും വരില്ല, അവിടെ വേദമാണ് എടുക്കുക. ഇതൊക്കെ ശരിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അവിടെ ഒരു പക്ഷേ ഉണ്ട്. വേദം അവസാന വാക്കല്ല. അത് പലരും മനസ്സിലാക്കിയിട്ടില്ല. വേദം അവസാന വാക്കല്ല എന്നാണ് ഭാഗവതാദി പുരാണങ്ങൾ പറയുന്നത്. ഭാഗവതാദി പുരാണങ്ങൾ പ്രത്യേകം പറയണത് എന്താ വെച്ചാൽ ഭാഗവതത്തിനൊരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെയാണ്. പറയാണ്ടിരിക്കാൻ ഏത് പുരാണങ്ങളിലും വെച്ചിട്ട് ശ്രേഷ്ഠം ഏതോ ഒറ്റത്തരേ ഉള്ളൂ ഭാഗവതം. എനിക്കോ ഞങ്ങളെപ്പോലുള്ളവർക്കോ അതിലൊരു സംശയമില്ല. അപ്പം ആ ഭാഗവതം ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കണം. വേദങ്ങൾ ശരിയല്ല എന്ന് വല്ലവരും പറഞ്ഞാൽ നമ്മൾ പോയി പണി നോക്കാൻ പറയും. വേദങ്ങളെ വിമർശിക്കാൻ താങ്കളാരാ? അങ്ങനെ തന്നെ നമ്മൾ പറയുക. പക്ഷേ ഭാഗവതം അത് പറഞ്ഞാൽ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. വെറും വാക്ക് ഭാഗവതം പറയില്ലയോ,
ഭാഗവതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് തന്നെയാണ് അവസാന വാക്ക്. അപ്പോൾ ഏതാണ് അവസാന വാക്ക്? ഭാഗവതം തന്നെ. ഭാഗവതക്കാർക്ക് അവസാന വാക്ക് ഭാഗവതം തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ അവിടെ പറയുകയാണ് വേദങ്ങൾ അവസാന വാക്കല്ല. വേദങ്ങളിൽ തിരുത്തലും മോഡിഫിക്കേഷനും ഉണ്ട്. അതാണ് ഭാഗവതം. പല കാര്യങ്ങളും വേദോക്തങ്ങളെ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. ഭാഗവതത്തിൽ തിരുത്തിയിട്ടുണ്ട്, അതിനുശേഷവും തിരുത്തിയിട്ടുണ്ട്. ഉദാഹരണം, ജീവികളെ കൊന്നുകൊണ്ടുള്ളതായ യാഗം. ജീവികളെ കൊന്നുകൊണ്ടുള്ളതായ യാഗം. ആടിനെ കൊന്ന് വപയെടുക്കുക, മത്സ്യങ്ങളെ കൂർമ്മ, എത്രയോ ജീവജാലങ്ങളെ കൊന്നിട്ടാണ് യാഗം നടത്തുന്നത്. മാൻതോലിലിരിക്കണം. മാൻതോൽ എങ്ങനെയാണ് കിട്ടുക? മാനിനെ കൊന്നാൽ. അപ്പോൾ അനവധി ജീവജാലങ്ങളെ കൊന്നിട്ടാണ് നമുക്ക് സ്വർഗം കിട്ടാനോ നമ്മുടെ നേട്ടത്തിനോ നമ്മളൊരു ഈശ്വരകാര്യം അനുഷ്ഠിക്കുന്നത്. ഇത് ശരിയല്ല എന്ന് പിന്നീട് വേദം രചിച്ചവർക്ക് തന്നെ തോന്നിയിട്ട് ഭാഗവതത്തിൽ അതിനെ പല ദിക്കിലും എതിർത്തു. ഭരതനെ കൊല്ലാൻ നോക്കി കാളിക്ക് ബലി കൊടുക്കാൻ, ഇല്ലേ? അവിടെ ഭദ്രകാളി ചാടി വീണിട്ട് എന്തുണ്ടായി? പുരോഹിതനെയാണ് കൊന്നു. ആത്മജ്ഞാനിയെ വെട്ടണ പ്രസംഗി എന്ന് ചോദിച്ചിട്ട് ആ പുരോഹിതനെ കാളി വകവരുത്തിയ കഥ ഭാഗവതത്തിൽ പറഞ്ഞത് എന്തിനാണ്? നരബലി നികൃഷ്ടം, അതല്ല യഥാർത്ഥ ഭക്തി. അതിനുശേഷം പുരഞ്ജനോഭാഗ്യത്തിൽ അനവധി മൃഗങ്ങളെ കൊന്നിട്ടുള്ള രാജാവാണ് പ്രാചീന ബർഹിസ്. നരകമാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോണത്. നാരദൻ വീഡിയോ കാണിച്ചു കൊടുത്തു, ഇതാ അങ്ങോട്ട് പോയാൽ അങ്ങേക്ക് കിട്ടാൻ പോണത് നല്ല സ്വീകരണമാണ്. ദുഷ്ടമൃഗങ്ങൾ കടിച്ച് കീറി അങ്ങയെ ഉപദ്രവിക്കും. ഇങ്ങനത്തെ ഈശ്വര കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് എന്താ കാര്യം? അയ്യോ എനിക്ക് ഒന്നും വേണ്ട നാരദ, സ്വർഗവും വേണ്ട, അതും വേണ്ട, ഇതും വേണ്ട. ഈ ജീവികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഒറ്റ കാര്യമുള്ള ഹിംസ നിർത്തുക. വേദത്ത് പറഞ്ഞിട്ടുണ്ട് ഹിംസ വേണം. ഈശ്വരകാര്യത്തിനായിക്കൊണ്ട് ചെയ്യുന്ന ഹിംസയല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഹിംസ തന്നെയാണ് എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. ഏകാദശത്തിൽ ഉദ്ധവനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പശുവിനവിധിന, വിധിയില്ലാണ്ട് പാവമൃഗങ്ങളെ കൊന്നിട്ട് ഉദ്ധവ ഈ ജനങ്ങൾ എന്ത് ചെയ്യണു? ഈശ്വരപ്രീതിക്ക് വേണ്ടിയിട്ട് വിട്ടിത്തം കാണിക്കണു, പാപം കൂട്ടണു. ജീവിയെ കൊന്ന അതിൻ്റെ താപവും ശാപവും കൊല്ലണവർക്ക് ഉണ്ടാവില്ലേ? അപ്പം വേദം അവസാന വാക്കല്ല. മാത്രമല്ല അതിൻ്റെ യഥാർത്ഥ തത്വം ഗ്രഹിക്കാതെ ആണ് പലരും അനുഷ്ഠിക്കണത്. അശ്വമേധം എന്ന് പറഞ്ഞാൽ കുതിരയെ കൊല്ലലാണ്, അതിന് തെറ്റിദ്ധരിച്ചു. മനസ്സാകുന്ന കുതിരയെ നിയന്ത്രിക്കാനാണ് പറഞ്ഞത്. മനസ്സും കുതിരയും ഒരേപോലെ. കുതിര നല്ല ചാട്ടം ചാടും ഇല്ലേ? മനസ്സോ അതിലേറെ ചാടും. ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും എത്താൻ മനസ്സിന് പ്രയാസമുണ്ടോ? അതേപോലെയുള്ള ചാട്ടത്തെ നിയന്ത്രിക്കാനാണ് അശ്വമേധം, അല്ലാണ്ട് കുതിരയെ കൊല്ലാനല്ല അർത്ഥം. അജമേധം എന്ന് പറഞ്ഞാൽ ആടിനെ കൊല്ലലാണ്, തെറ്റിദ്ധരിച്ചു. ആടിനെ കൊല്ലലല്ല, മനസ്സാകുന്ന ആടിനെ നിയന്ത്രിക്കണം. ആട് മേ 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 എന്നാ പറയുക. എന്താ മേ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അർത്ഥം എൻ്റെ, എനിക്ക്, എൻ്റെ, എനിക്ക്. ഈ മനസ്സിനെ നിയന്ത്രിക്കാനാണ് പറഞ്ഞത്, ഇല്ലാണ്ടേക്കാൻ. അല്ലാണ്ട് ആടിനെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ വേദങ്ങളുടെ തത്വത്തെ ശരിയല്ലാതെ ധരിച്ച് ജന്തുഹിംസ നടത്തി തെറ്റിലേക്ക് വഴുതി വീഴുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് വേദം അവസാന വാക്കല്ല എന്ന് വരുന്നു. അതിലാണ് പൂജാവിധത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചും പറഞ്ഞത്. ഇനി ചെറിയ പൂജായോഗത്തെ പറഞ്ഞിരിക്കുന്നു. പാദ്യാദീൻ ഉപകൽപ്യാച്ച സന്നിധാപ്യ സമാഹിത ഗതാദിഭ്യ കൃതന്യാസോ മൂലമന്ത്രേണ ചർച്ചയത്. കല്ല്, ലോഹം, മണ്ണ്, മരം ഇങ്ങനത്തെ പ്രകാരമുള്ള വിഗ്രഹത്തിൽ നമ്മുടെ ഇഷ്ടദേവതയെ ആരാധിച്ച് മൂലമന്ത്രേണ, ഗായത്രി കൊണ്ടോ മൂലമന്ത്രം കൊണ്ടോ പൂജിക്കുക. അങ്ങനെയാണ് അനുഷ്ഠിച്ചു വരുന്നത്. ആദ്യം നമ്മുടെ ശരീരത്തെ നല്ലപോലെ കുളിച്ച് ശുദ്ധാക്കണം, മനസ്സിനെയും ശുദ്ധാക്കണം. എന്നിട്ട് പാദ്യാജ്യ ആർഗ്യമനീയാദികൾ നൽകി പഞ്ചോപചാരങ്ങളെ കൊണ്ട് പൂജിക്കുക. ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി എന്നീ പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ടാണ് ജലഗന്ധ പുഷ്പാദികൾ കൊടുക്കുന്നത്. ജലത്തിന് ജലമായിട്ട് കൊടുക്കുന്നു, ആകാശത്തിന് പുഷ്പം സമർപ്പയാമി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ആകാശാത്മന ആകാശാത്മന പുഷ്പം സമർപ്പയാമി, രം അഗ്നിയാത്മന ദീപം സമർപ്പയാമി, വം അഗ്നിയാത്മന എന്ന് പറഞ്ഞിട്ട് ഓരോന്നും. ഭൂമിക്ക് ഗന്ധമാണ് ചന്ദനം ഭൂമിയുടെ പ്രതീകമായിട്ടാണ്. അങ്ങനെ പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ട് പഞ്ചോപചാരങ്ങളോട് കൂടിയിട്ട് ഏത് ദേവതയും പൂജിക്കാം എന്നും പറഞ്ഞിട്ടുള്ളതാണ്. പൂജ വിസ്തരിക്കണില്ല, അവിടെ നിർത്തി. കാരണം അതിലൊക്കെ ദോഷമുണ്ട്.
എപ്പോഴാ പൂജ കർമ്മം ഉണ്ടോ അവിടെ ദോഷം, ഏത് കർമ്മവും ദോഷത്തോട് കൂടിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനെക്കുറിച്ച് പോവാണ്ടിരിക്കുക നല്ലത്. അപ്പോൾ പിന്നെ പൂജ അല്ലാണ്ട് എന്താ മാർഗം? ഭക്തിമാർഗം തന്നെ സുരക്ഷിതമായിട്ടുള്ള മാർഗം. ഒരു അപകടവും ഇല്ല, യാതൊരു അപകടവും ഇല്ല. അതിൽ പ്ലസ്സേ ഉള്ളൂ, ഒരു നെഗറ്റീവും ഇല്ല. നാമം ജപിക്കുക, ഭഗവാന്റെ കഥ കേൾക്കുക, ഭാഗവതോ രാമായണമൊക്കെ എടുത്ത് വായിക്കുക, ഒരു അപകടവും ഇല്ല, ആർക്കും ചെയ്യാം. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഇതൊരു നാളും ആർക്കും ഉടൻ അരുതാത്തതല്ല. അത്ര സുഖമാണ്, അപകടമേ ഇല്ലാത്ത ആ പദമാണ് നല്ലത്. അതുകൊണ്ട് പൂജ ഇവിടെ ചുരുക്കി കൂടുതൽ പറഞ്ഞില്ല. അതുതന്നെയാണ് മുമ്പേ സനകാദികളോട് ബ്രഹ്മാവും പറയാതിരുന്നത്. അപ്പോൾ ചോദിച്ചു, അടുത്ത ചോദ്യം നിമിരാജാവ്, ഇതല്ലാത്ത മാർഗം എന്താണ്? പൂജ ഇല്ലെങ്കിൽ ഈശ്വരനിലേക്ക് എത്തണമല്ലോ. അത് ദ്രുമിളനാണ് മറുപടി പറയണത്. ദ്രുമിളൻ പറയണം, അത് ഭഗവാന്റെ അവതാരങ്ങളെ കീർത്തിക്കുക, ഇത്ര സുഖമായിട്ടുള്ള മാർഗ്ഗമാണ്. ആ അവതാരങ്ങൾ ഒന്ന് കേൾക്കണം എന്നായി. യോ വാ അനന്തത്യ ഗുണാനന്ദാൻ അനുക്രമിഷ്യൻ തതു ബാലബുദ്ധി രജാംസി ഭൂമിർഗണയർക്കതഞ്ചിൽ കാലേനനൈവാകില ശക്തിദാംന. ഏതൊരാളാണോ ഭഗവാന്റെ അവതാരങ്ങളെയൊക്കെ ഞാൻ പറയാം, എനിക്ക് പറയാൻ കഴിയും എന്ന് പറഞ്ഞ് ചാടി പുറപ്പെടണത്, അവനെപ്പോലെ വീട്ടിൽ വേറെ ആരുമില്ല. അപ്പോൾ നമ്മളൊക്കെ വീട്ടികളാണ്. എന്താ കാരണം? അതിനെ പറയാനുള്ള കഴിവുണ്ട് എന്ന് തോന്നുകൊണ്ടല്ലേ പറയണം. ആർക്കാണ് ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുക? 1000 നാവുള്ള അനന്തനോ 6 മുഖമുള്ള സുബ്രഹ്മണ്യനോ 4 മുഖമുള്ള ബ്രഹ്മാവിനോ പറഞ്ഞാൽ കഴിയുമോ ഈശ്വരാവതാരങ്ങളുടെ മാഹാത്മ്യവും വ്യാപ്തി? അപ്പം നമ്മൾ എന്ത് പറയാനാണ്? എന്തൊക്കെയോ പറയണു, അത്രയേ ഉള്ളൂ. ആദ്യം തന്നെ ആ വിനയം ഉണ്ടാവണം. ഈശ്വരകഥ പറയാനുള്ള ശക്തി. സുഖമഹർഷിയും കൂടി ശിവസാരത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ അതാവണം ഈശ്വര ഭഗവാനെ ഒന്ന് നല്ലോണമാണ് നമസ്കരിക്കുകയാണ്. ഭഗവാൻ തന്നെ എൻ്റെ നാവുമ്പിൽ വന്ന് കളിക്കണേ, അടിയന്നതിനൊന്നും ശക്തനല്ല. അപ്പം ആ ഒരു വിനയം ഭഗവാന്റെ കഥ പറയണവർക്ക് ഉണ്ടാവുക. എന്നിട്ടോ ഒരുപാട് അവതാരങ്ങളെ നമ്മൾ പറഞ്ഞല്ലോ. ആ അവതാരങ്ങളൊക്കെ മത്സ്യ കൂർമാദി അവതാരങ്ങളുണ്ട്, കൃഷ്ണൻ രാമൻ. അതിനെപ്പറ്റി ഇപ്പോൾ ഇവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം മുതലേ അവതാരങ്ങളെ കുറിച്ചിട്ടാണ് പറയണത്. നരനാരായണ അവതാരത്തിലത്തെ ഒരു സംഭവം മാത്രം പറയണം. നാരായണ അവതാരം പറയുന്നില്ല, അതിൻ്റെ ഒരു സംഭവം. എന്തിനാണ് നരനാരായണ അവതാരം ഉണ്ടായത്? തപസ്സിൻ്റെ മാഹാത്മ്യം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ. സഹസ്രകവചൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ, അവൻ തപസ് ചെയ്തിട്ട് വരം വാങ്ങി 1000 കൊല്ലം യുദ്ധവും 1000 കൊല്ലം തപസ്സും ഒപ്പം ഒരാൾ ചെയ്തിട്ടേ എന്നെ വധിക്കാൻ പാടൂ. ഇതാർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? തപസ് എന്ന് പറഞ്ഞാൽ ശരീരം ഇളകാതെ ഇരുന്ന് ചെയ്യേണ്ടതാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ശരീരം ഇളകിയിട്ട് ചെയ്യേണ്ടതാണ്. ഇതെങ്ങനെ ഒരാൾ ചെയ്യുക? അപ്പോൾ ഭഗവാൻ 2 മൂർത്തിയായിട്ട് അവതരിച്ചു, നരനാരായണനായിട്ട്. നരൻ തപസ് ചെയ്യുമ്പോൾ നാരായണൻ യുദ്ധം ചെയ്യും, നാരായണൻ തപസ് ചെയ്യുമ്പോൾ നരൻ യുദ്ധം ചെയ്യും. അപ്പോൾ രണ്ടും ഒരേ 1000 വർഷം സഹസ്രകവചനെ വധിച്ചു. ഇങ്ങനെയുള്ള ആർക്കും ചെയ്യാൻ കഴിയുക. 2 മൂർത്തിയായിട്ട് അവതരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അത്ഭുതാവതാരങ്ങളാണ് ഭഗവാനുള്ളത്. അങ്ങനെ ക്ഷത്രിയ നിഗ്രഹത്തിന് വേണ്ടി പരശുരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും ശ്രീരാമനായിട്ടും ഭൂമിയെ ധരിക്കാൻ വേണ്ട എല്ലാ അവതാരങ്ങളും അത്ഭുതമാണ്. പല ദിക്കിലും ഹരേരത്ഭുത കർമ്മണ, ഹരേരത്ഭുത കർമ്മണ, ആർക്കും ചെയ്യാൻ കഴിയാത്ത കർമ്മങ്ങളാണ് ഭഗവാൻ ചെയ്യുന്നത്. അത്ഭുതകർമാവായിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങളും അത്ഭുതങ്ങൾ തന്നെ. ഈ അവതാരങ്ങളെ ഏതൊരാൾ കേൾക്കുന്നുണ്ടോ? ഏവം വിധാനി കർമാണി ജന്മാനി ച ജഗത്പതേ ഭൂരീനി ഭൂരിയേശസോ വർണ്ണിതാനി മഹാഭുജ. അത് പറഞ്ഞു കഴിഞ്ഞവർക്ക് പറഞ്ഞു. ഞാനിപ്പോൾ അതാ ചുരുക്കി ഇവിടെ വർണ്ണിച്ചു. എത്ര വർണ്ണിച്ചാലും അത് കഴിയൂല. മനുഷ്യന് സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തി കിട്ടാൻ ഈ അവതാര വർണ്ണന കൊണ്ടും അവതാര ശ്രവണം കൊണ്ടും സാധിക്കും എന്നങ്ങനെ പറഞ്ഞ് ഈ 2 വിഷയം കൂടിയുണ്ട്. അത് അടുത്ത ഭാഗത്തിൽ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.